CPM-കാർക്ക് പണി കൊടുക്കാനുള്ള വി രാജേഷ്. അതെ, CPM-കാർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടി വരുന്നത് BJP-യുടെ ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ പ്രസിഡന്റിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? കൊടിതോരണങ്ങളും ഫ്ലെക്സും ഒക്കെ റോഡുകളിൽ വെച്ചതിനാണ് ഈ പിഴ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കും, എന്തിനാണ് BJP മേയർ ഇരിക്കെ BJP ജില്ലാ പ്രസിഡന്റിന് അല്ലെങ്കിൽ BJP ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു പിഴ ഇട്ടിരിക്കുന്നത്? അപ്പോൾ ഇത് ഒരു ശുദ്ധികലശമാണ്. ഈ ശുദ്ധികലശം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി, അതായത് സ്വന്തം പാർട്ടി നവീകരിച്ചത് കൊണ്ട് തന്നെ CPM-ലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ CPM ആണ് ഏറ്റവും കൂടുതൽ കൊടിതോരണങ്ങളും വഴിയിൽ വരെ പന്തൽ നാട്ടി സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി. നമുക്കറിയാം, ഹൈക്കോടതി പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് CPM മാത്രമാണ്. ഹൈക്കോടതി പറഞ്ഞാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനൊക്കെ ഏറ്റവും ഒടുവിൽ വളരെ കാർക്കശ്യമാർന്ന സ്വരത്തിൽ തന്നെ വിമർശിക്കുകയും ഉപദേശിച്ചു നോക്കി, എന്നിട്ട് നന്നായില്ല. അവസാനം വിമർശിച്ചു, അവസാനം അദ്ദേഹം സഹികെട്ട് പറഞ്ഞു. എന്നിട്ട് പോലും CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ വഴികളിൽ മുഴുവനും കൊടിതോരണങ്ങളും ഫ്ലെക്സും ഒക്കെ നിറച്ചു വെച്ചുകൊണ്ട് വലിയ പരിപാടികളും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ VV രാജേഷിന് ഈ ഒരു പിഴ കൊടുത്ത സമയത്ത് ഇപ്പോൾ വരുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഇരിക്കെ തന്നെ CPM-കാർ ഇദ്ദേഹത്തിന് കൊടുത്ത ഒരു പണിയാണ് എന്നും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നേരെ തിരിച്ചു തന്നെയല്ലേ. അതായത് സ്വന്തം പാർട്ടിയിൽ എന്താണോ ഒരു കുറവുള്ളത് അല്ലെങ്കിൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് തന്നെയാണ് VV രാജേഷ് പറയുന്നത്. അല്ലാതെ എൻ്റെ പാർട്ടിയാണ് ചെയ്തത് അതുകൊണ്ട് ഞാനത് മറച്ചു വയ്ക്കും, എങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിനില്ല. ആ മറിച്ച് അടുത്ത പണി വരുന്നത് ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും CPM-നായിരിക്കും. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM ആണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ഇപ്പം ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുകയാണ്, ഇത് CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുത്തതിന് പിന്നിൽ, ഇത് VV രാജേഷ് ആകില്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് പ്രധാനമന്ത്രിയുടെയും BJP നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ബോർഡുകളും ബാനറുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അത് നടപ്പാതകൾക്ക് കുറുകെയും ഡിവൈഡറുകളിലും വരെ BJP ജില്ലാ കമ്മിറ്റി ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷം കൊണ്ടായിരിക്കും ഒരു പക്ഷേ വെച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ടെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങി തന്നെ ആകണം. എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, അതാണല്ലോ CPM ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ സകല തോന്നിവാസവും കാണിക്കും. അപ്പോൾ VV രാജേഷ് പറയുകയാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്നുണ്ട് കോർപ്പറേഷൻ, ശരിയാണ്, പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. നമ്മൾ നിയമാനുസൃതമായുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പല ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ആ രീതി ഇനി ഉണ്ടാകരുത്. അത്തരത്തിൽ ശുചീകരണ തൊഴിലാളികളോട് ഉദ്യോഗസ്ഥർ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോടോ പരാതി പറയണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ലാതെ വന്നുകൊണ്ട് പരാതി പറയാം. ഇത് ഏതെങ്കിലും ഒരു മേയർ പറഞ്ഞു കേട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പറയുക. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്നത് പോലെയല്ല സ്ത്രീകൾ വരുന്നത്. സ്ത്രീകൾ 3 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുകയാണ്. അതായത് രാവിലെയും വൈകിട്ടും വീട്ടിൽ ചെന്നിട്ട് അവർക്ക് അത്രത്തോളം ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ അവരോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, നിങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ പണിയെടുക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട്. അതായത് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുന്നത്? നിയമവിധേയമല്ലാതെ ഇത് അനുവദിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ഇതൊക്കെ വളരെയധികം കുറിച്ചെടുക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇരുന്ന് കുറിച്ചെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ അങ്ങനെ കാണാൻ പറ്റൂ? അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, വന്ന തലപ്പത്തിരിക്കുന്നത് ആർജവമുള്ള ഒരു വ്യക്തിയാണ്, ആർജവമുള്ള നേതാവാണ്. അത് തന്നെയാണ് BJP കൊടുക്കുന്ന, തിരുവനന്തപുരത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. തലപ്പത്തിരിക്കുന്നവന് ആർജവം ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അദ്ദേഹം മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മോദിജിയും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ,
ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മാറ്റങ്ങളാണ്. അല്ലാതെ വന്നുകൊണ്ട് വലിയ കൊമ്പൊക്കെ കുലുക്കിക്കൊണ്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതൊക്കെ ഒരു പേപ്പർ കടലാസ് തുന്നിക്കെട്ടി ഒരു മൂലക്കിട്ട് നവകേരള സദസ്സ് നടത്തിയല്ലോ, ഒരുപാട് പരാതി വാങ്ങിയല്ലോ. ഈ പരാതിയിൽ എന്തെങ്കിലും നടപ്പാക്കിയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. മാത്രമല്ല, ഈ പരാതി വാങ്ങിയ കടലാസ് കെട്ടുകൾ നിരത്തിൽ കിടക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം പ്രഹസനമായിരുന്നു. അപ്പോൾ BJP വരുമ്പോൾ BJPക്ക് മുന്നോട്ട് വയ്ക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രഹസനമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുമെന്ന് മോദിജിയും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് തന്നെ അനുവർത്തിച്ചുകൊണ്ടല്ലേ VV രാജേഷ് എന്ന് പറയുന്ന മേയറും ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിലർ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ഓ, ഇതെങ്ങനെ കൊടുക്കും, ഇത് പറയാൻ എങ്ങനെ പറ്റും, BJPക്ക് അനുകൂലമായിട്ടും പറയാൻ ഇതിരിക്കാൻ പറ്റില്ല, എന്നാൽ CPMന് അങ്ങനെയാണ് പറയാനും പറ്റില്ല. അപ്പോൾ ചിലർ പറയും അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെ ഒന്നും മാറ്റിയിട്ടില്ല, അതുകൊണ്ട് CPM ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരുന്നത് മുഴുവനും, അവർ കൊടുത്ത പണിയാണ്, VV രാജേഷിനിട്ട് പണി കൊടുത്തതാണ്, ഇനിയിപ്പോൾ പാർട്ടിയിൽ തമ്മിലടി ഉണ്ടാകും. അങ്ങനെ തമ്മിലടി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ നിരാശ മാത്രമേ തോന്നുകയുള്ളൂ. കാരണം എന്താണ് BJP ചെയ്യാൻ പോകുന്നത്, അവരുടെ ഒരു വികസന അജണ്ട എന്താണ്, ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു നഗരത്തിൽ നടപ്പാക്കാൻ പോകുന്നത്, ഇത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ അതായത് CPMന് ഈ വ്യക്തമായ നയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ BJP എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് VV രാജേഷിൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാട് ആദ്യം ഒരു മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ BJP പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ഫ്ലക്സുകളാണ്. ആ ഫ്ലക്സുകൾക്ക് നഗരസഭയുടെ അനുമതി ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് മാറ്റാൻ 20 ലക്ഷം രൂപ പിഴയിടുകയും ചെയ്തിരിക്കുന്നത്. ആ 20 ലക്ഷം രൂപ BJPക്ക് പിഴയിട്ടിരിക്കുന്നത് BJP മേയറാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ BJP ഇത് ആവർത്തിക്കരുത്. ഇനി ആദ്യം BJPയിലാണ് മാറ്റം വരുത്തുന്നത്. BJP ഇതുപോലത്തെ പന്തൽ കെട്ടി വഴിയിലിരുന്നോട്ടുള്ള പരിപാടിയൊന്നും ഇനി നടത്താൻ പറ്റില്ല. നഗരസഭയുടെ നയങ്ങൾക്ക് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടി എടുക്കാൻ കഴിയില്ല. നഗരസഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ പിഴയിടും. ഇത് BJP അപ്പോൾ ഒതുങ്ങേണ്ടി വരും. BJP ഇത്തരം പരിപാടിയൊന്നും നടത്താൻ പറ്റില്ല. BJP അപ്പോൾ നടത്താതാവുമ്പോൾ പിന്നെ ആരാ നടത്താൻ പോകുന്നത്? CPM ആണ്. അപ്പോൾ CPM ഇത്തരത്തിൽ ഫ്ലക്സ് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നഗരസഭ എടുത്ത് മാറ്റും. നഗരസഭ കൃത്യമായി പ്രവർത്തിച്ചിരിക്കും. ഹൈക്കോടതി വിധിയുള്ളതാണ്. ഹൈക്കോടതി വിധിയുണ്ട്, റോഡിൻ്റെ ഓരത്ത് ഒരു തരത്തിലുള്ള ഫ്ലക്സുകളോ കൊടിതോരണങ്ങളോ സ്ഥാപിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്തു മാറ്റാനുള്ള അധികാരം നഗരസഭയ്ക്കുണ്ടാവും. നഗരസഭ അത് ചെയ്യും. BJP ഈ പറയുന്ന CPM പന്തൽ കെട്ടിന് സമരം നടത്താമെന്ന് വിചാരിക്കേണ്ട. സമരം നടത്തിയും വഴിതടയിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നഗരസഭ അവിടെ ഇടപെടും. നഗരസഭ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും, പിഴയിടും. അതാരായാലും ശരി തന്നെ ഇത് CPMനുള്ള പണിയാണ്. പക്ഷേ അത് BJPക്ക് കൊടുത്തിട്ടാണ് അങ്ങോട്ട് വന്നത് എന്നുള്ളതേ ഉള്ളൂ. BJPക്ക് ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വലിയ ഉണ്ടാവില്ല. കാരണം BJP ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ BJP എടുത്ത് ഈ കർക്കശമായിട്ടുള്ള നിയമം അനുസരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് പറ്റുള്ളൂ. കാരണം BJP ഈ പറയുന്ന വിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയല്ല. BJP എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് നിയമത്തിനകത്ത് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ്. പക്ഷേ CPM അങ്ങനെയല്ല. CPM വിപ്ലവം കാണിക്കാനും നിയമലംഘനം കാണിക്കാനും ഒക്കെ നടക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് VV രാജേഷ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു കുത്തിത്തിരിപ്പ് കൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ശ്രീലേഖ വേദിയിൽ വന്നിട്ട് മോദിയുടെ അടുത്തേക്ക് ചെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുത്തിത്തിരിപ്പ് വാർത്ത ഉണ്ടാക്കാനായിട്ട് ചിലർ ശ്രമിച്ചു. അപ്പോൾ ശ്രീലേഖ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. അങ്ങനെയല്ല, VVIP ആയിട്ടുള്ള പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ആരടുത്ത് ചെല്ലണം, അടുത്ത് ചെല്ലാൻ വിളിച്ചാൽ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. IPSകാരിയായ ശ്രീലേഖയ്ക്ക് അറിയാം എപ്പോൾ ചെല്ലണം, ചെല്ലാൻ പാടില്ല എന്ന്. അനാവശ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ വെടിയുള്ളൂ എന്നറിയാം. ആ രീതിയിലുള്ള സുരക്ഷ ഉള്ള ആളാണ്. പ്രോട്ടോക്കോളുണ്ട്, കൃത്യമായിട്ട് പറയപ്പെട്ടിട്ടുള്ള നിയമമുണ്ട്, അതിൻ്റെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവർക്കും മോദിയുടെ അടുത്തേക്ക് ഓടിക്കയറി ചെല്ലാനൊന്നും കഴിയില്ല. കൃത്യമായ നിയമമുണ്ട്, ആ നിയമം പാലിക്കുന്നു എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അവിടെയും BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. മാധ്യമങ്ങളും മാപ്രകളും ഒക്കെ തേഞ്ഞു.